حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. മീസാൻ സബക്ക് നമ്പർ 6. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് 14 സീഗകളിലെ ലമീറുകളാണ്. ലമീർ എന്ന് പറഞ്ഞാൽ ഈ 14 സീഗകളിൽ നിന്ന് ഓരോ സീഗയിലും പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ മേൽ അറിയിക്കുന്ന പദമാണ് ലമീർ. അത് പ്രത്യക്ഷത്തിൽ കാണുകയില്ല, മറിഞ്ഞിട്ടാണ് ആ ലമീറുകൾ ഉണ്ടാവുക. അത് ഏതാണ് എന്ന് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. ഫഅല, അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് അവൻ ഒരു പുരുഷൻ. എന്നാൽ ആ പുരുഷന്റെ മേൽ അറിയിക്കുന്ന പദം ലമീർ ഹുവ. ഫഅല, അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് അവർ 2 പുരുഷന്മാരാണ്. ആ 2 പുരുഷന്മാരുടെ മേൽ അറിയിക്കുന്ന ലമീർ ഹുമാ. മൂന്നാമത് പറഞ്ഞത് ഫഅലു, അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് അവർ കുറേ പുരുഷന്മാർ. ആ കുറേ പുരുഷന്മാരുടെ മേൽ അറിയിക്കുന്ന ലമീർ ഹും. അടുത്തത് ഫഅലത്, അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് അവൾ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ മേൽ അറിയിക്കുന്ന പദമാണ് ലമീറാണ് ഹിയ. ഫഅലത, അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് അവർ 2 സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന ലമീർ ഹുമാ. ഫഅൽന, അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് അവർ കുറേ സ്ത്രീകൾ. ആ കുറേ സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന ലമീർ ഹുന്ന. അടുത്തത് ഫഅൽത, നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് നീ ഒരു പുരുഷൻ. ആ പുരുഷന്റെ മേൽ അറിയിക്കുന്ന ലമീർ അന്ത. അടുത്തത് ഫഅൽതുമാ, നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് നിങ്ങൾ 2 പുരുഷന്മാർ. ആ പുരുഷന്മാരുടെ മേൽ അറിയിക്കുന്ന പദമാണ് അന്തുമാ. അടുത്തത് ഫഅൽതും, നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് നിങ്ങൾ കുറേ പുരുഷന്മാരാണ്. എന്നാൽ അവിടെ ആ കുറേ പുരുഷന്മാരുടെ മേൽ അറിയിക്കുന്ന ലമീർ അന്തും. അടുത്തത് ഫഅൽതി, നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് നീ ഒരു സ്ത്രീയാണ്. എന്നാൽ ആ സ്ത്രീയുടെ മേൽ അറിയിക്കുന്ന ലമീർ അന്തി. അടുത്തത് ഫഅൽതുമാ, നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു.
അവിടെ പ്രവർത്തിച്ചത് നിങ്ങൾ രണ്ട് സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന ലമീർ അന്തുമാ. അടുത്തത് ഫഅൽതുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് നിങ്ങൾ കുറേ സ്ത്രീകളാണ്. ആ കുറേ സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന ലമീറാണ് അന്തുന്ന. അടുത്തത് ഫഅൽതു, ഞാൻ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് ഞാനാണ്. ഞാൻ എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ലമീറാണ് അന. അവസാനം ഫഅൽന, ഞങ്ങൾ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന പദം ലമീർ നഹ്നു. ഇനി നമുക്ക് എല്ലാം ഒന്നിച്ച് പറയാം. ഹുവ, അവനൊരു പുരുഷൻ. ഹുമാ, അവർ രണ്ട് പുരുഷന്മാർ. ഹും, അവർ കുറേ പുരുഷന്മാർ. ഹിയ, അവൾ ഒരു സ്ത്രീ. ഹുമാ, അവർ രണ്ട് സ്ത്രീകൾ. ഹുന്ന, അവർ കുറേ സ്ത്രീകൾ. അന്ത, നീ ഒരു പുരുഷൻ. അന്തുമാ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ. അന്തും, നിങ്ങൾ കുറേ പുരുഷന്മാർ. അന്തി, നീ ഒരു സ്ത്രീ. അന്തുമാ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ. അന്തുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ. അന, ഞാൻ. നഹ്നു, ഞങ്ങൾ. ഇത് കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. ഇനി അറബിയിൽ മാത്രം പറയാം. ഹുവ, ഹുമാ, ഹും. ഹിയ, ഹുമാ, ഹുന്ന. അന്ത, അന്തുമാ, അന്തും. അന്തി, അന്തുമാ, അന്തുന്ന. അന, നഹ്നു. ഇനി 14 സ്വീകയും അതിലെ ലമീറും ഒന്നിച്ച് പറയാം. ഫഅല, ലമീർ ഹുവ. ഫഅല, ലമീർ ഹുമാ. ഫഅലു, ലമീർ ഹും. ഫഅലത്, ലമീർ ഹിയ. ഫഅലത, ലമീർ ഹുമാ. ഫഅൽന, ലമീർ ഹുന്ന. ഫഅൽത, ലമീർ അന്ത. ഫഅൽതുമാ, ഫഅൽതുമാ, ലമീർ അന്തുമാ. ഫഅൽതും, ലമീർ അന്തും. ഫഅൽതി, ലമീർ അന്തി. ഫഅൽതുമാ, ലമീർ അന്തുമാ. ഫഅൽതുന്ന, ലമീർ അന്തുന്ന. ഫഅൽതു, ലമീർ അന. ഫഅൽന, ലമീർ നഹ്നു. നോട്ടിൽ എഴുതി വെക്കാൻ ഇവിടെ 2 ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയുന്നു. ചോദ്യം 1, 14 ലമീറും അതിൻ്റെ അർത്ഥവും എഴുതുക. ഉത്തരം: ഹുവ, അവനൊരു പുരുഷൻ. ഹുമാ, അവർ 2 പുരുഷന്മാർ. ഹും, അവർ കുറേ പുരുഷന്മാർ. ബാക്കി പാഠം നോക്കി എഴുതുക. ചോദ്യം നമ്പർ 2, 14 ഫിഅലുകളും അതിൻ്റെ കൂടെ ലമീറും എഴുതുക. ഉത്തരം: ഫഅല, ലമീർ ഹുവ. ഫഅല, ലമീർ ഹുമാ. ഫഅലു, ലമീർ ഹും. ബാക്കി
അതേപോലെ നോക്കി എഴുതി പൂർത്തിയാക്കുക. ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് തുടരും. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.